ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു ഹെയർ കെയർ ആണ്. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ പാക്ക് നമ്മളുടെ മുടിയെ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് സഹായിക്കും. നമ്മളുടെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ മാറാനും മുടി ചകിരി പോലുള്ള മുടിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനും മുടിയുടെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറാനും ഒക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, തേക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പ്രോട്ടീൻ പാക്കാണ്. അപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തില്ലെങ്കിൽ അതിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കാമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഏത് പാക്ക് തയ്യാറാക്കുമ്പോഴും നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. ഹോട്ട് ഓയിൽ മസാജ് എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് എണ്ണ എപ്പോഴും എനിക്ക് തണുത്ത് ഉറങ്ങിയിരിക്കും. അപ്പോൾ അതൊന്ന് ചൂടാക്കാനും പിന്നെന്താ തണുത്ത എണ്ണ തലയിൽ തേക്കുമ്പോൾ ഉള്ള ഇതൊന്ന് മാറാനും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും എണ്ണ ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഡബിൾ ബോയിലിംഗ് ചെയ്യണം. ഒന്നുകിൽ അടുപ്പിൻ്റെ തീയുടെ അടുത്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ വെച്ച് ചൂടാക്കും. അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഈ ഒരു പഴമാണ്. ഇത് നേന്ത്രപ്പഴമാണ്, നല്ല പഴുത്തിട്ടുള്ള പഴമാണ്. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. വീട്ടിലെ ഏത്തയ്ക്കൊക്കെ മേടിക്കുമ്പോൾ പഴുത്ത പഴമാണെങ്കിൽ കളയണ്ട, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് മുടിയിലൊന്ന് തേച്ച് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇനി നേന്ത്രപ്പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റോബസ്റ്റ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പകരം അതില്ലെങ്കിൽ നമുക്ക് ചെറുപഴമില്ലേ, പാളയംകോടൻ അങ്ങനെയൊക്കെ പറയുന്നത്, അതൊക്കെ എടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് നേന്ത്രപ്പഴം തന്നെയാണ്. അത് ഞാൻ തൊലി കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നല്ല പഴുത്തായതുകൊണ്ട് ഇത്ര വലിയതാക്കിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. നമുക്ക് കൈകൊണ്ട് ഞെക്കിയാൽ വരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാവും. പിന്നെ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവണമെങ്കിൽ മിക്സിയിൽ തന്നെ അടിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ. നല്ല പുളിപ്പുള്ള തൈരായിരിക്കും നല്ലത്. കാരണം പുളിപ്പുള്ള തൈരിൽ ആ കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന തൈരിൽ ബാക്ടീരിയാസൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ പുളിപ്പുള്ള തൈര് തന്നെ എടുക്കണം. പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന തൈര് ഒരു അരമണിക്കൂർ എടുത്ത് പുറത്ത് വെച്ചിരുന്നാലും മതി, അത് പുളി ആയിക്കോളും. അപ്പോൾ ഞാൻ ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ ഇതിലേക്ക് ഒരു 3 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് തൈരില്ലാന്നുണ്ടെങ്കിൽ പകരം ഒരു 2 സ്പൂണ് തേങ്ങാപ്പാൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു 3 സ്പൂണ് തേങ്ങ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ മുടിയുടെ ഡ്രൈനെസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ തൈരും അതുപോലെ തന്നെയാണ്, മുടിയുടെ ഡ്രൈനെസ് ഒന്ന് മാറും. പിന്നെ താരൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറാനായിട്ട് തൈര് നമുക്ക് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പുളിപ്പുള്ള തൈര് എടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് മുട്ടയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രോട്ടീൻ പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോട്ടീൻ ചേർത്ത് കൊടുക്കണം. ആ പ്രോട്ടീനാണ് നമ്മളുടെ മുട്ട. അപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന മുട്ട ചെറുതാണെങ്കിൽ 2 എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള മുട്ട എടുക്കാം. മുട്ട നമ്മൾ ഫുള്ള് ചേർത്ത് കൊടുക്കുന്നില്ല, അതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കൊരു പേടി, ഇനിയും അതിനകത്തേക്ക് വൈറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ മഞ്ഞ എങ്ങാനും വീണാലോ എന്ന് വിചാരിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ അതിൻ്റെ വെള്ളം മാത്രമായിട്ട് മാറ്റിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈറ്റ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യം ഇത് അടിച്ചതിന് ശേഷം മുട്ട ചേർത്താലും മതിയാവും. പിന്നെ ബ്ലെൻഡ് ചെയ്യാനുള്ള എൻ്റെ മടി കൊണ്ട് ഞാൻ ഇതിനകത്തിട്ട് തന്നെ അടിച്ചെടുക്കുകയാണ്. ഇത് 3 ഇതിനകത്തെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് 3 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ, അതായത് തൈരിന് പകരം തേങ്ങാപ്പാൽ, പിന്നെ മുട്ട ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഇതും എന്താ പറയുക, ഏത്തയ്ക്കായും തൈരും മാത്രമാണെങ്കിലും, അല്ലെങ്കിൽ ഏത്തയ്ക്കായും തേങ്ങയും മാത്രമാണെങ്കിലും ചേർത്ത് നമുക്ക് പാക്ക് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 തുള്ളി തേനാണ് കേട്ടോ. തേൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തേനും മുടിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ തേന് സ്കിപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഒന്ന് മുട്ടയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം, തേനില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, തൈരില്ല എന്നുണ്ടെങ്കിൽ തൈരിന് പകരം
തേങ്ങ എടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ ഇതാണ് ഇതിനകത്തെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇവിടെ നല്ല മഴയായതുകൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂ അത്യാവശ്യം എനിക്ക് തണുപ്പുണ്ട് നന്നായിട്ട്. ചെമ്പരത്തിപ്പൂ ചേർക്കുമ്പോൾ തണുപ്പായതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ വേണമെങ്കിൽ കണ്ടോ, ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെമ്പരത്തിപ്പൂ ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു തിക്ക് പേസ്റ്റ്, തിക്കല്ല, ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. വേറെ നമ്മൾ ലൂസാവാൻ വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. ആ പഴത്തിൻ്റെ ആ ഒരു തിക്നെസ് ആണ് പാക്കിലുള്ളത്. ഇത് ഇങ്ങനെ തേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വേറെ ഒന്നും നമുക്കതിന് കരടായിട്ടൊന്നും ഇല്ലല്ലോ. എല്ലാം തൈരാണെങ്കിലും ഏത്തപ്പഴമാണെങ്കിലും ഒന്നും ഇല്ല. പിന്നെ ഏത്തപ്പഴത്തിൻ്റെ ചെറിയൊരു കുരു ഉണ്ടാവും, ഈ കറുത്തിട്ടുള്ള ആ ഒരെണ്ണം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ ഇങ്ങനെ തന്നെ തലയിൽ ഉപയോഗിക്കാം. ഇത് കണ്ട അരിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു കുരു നമുക്ക് നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എളുപ്പമാണ് നമുക്കിത് അരിച്ചെടുക്കാനായിട്ട്. തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാം, അല്ല ഡയറക്റ്റ് തേക്കാനാണെങ്കിൽ അങ്ങനെയും തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ പ്രോട്ടീൻ പാക്ക്, ബനാന പ്ലസ് പ്രോട്ടീൻ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ഒന്നും ആക്കത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എണ്ണ തലയിൽ വെച്ചിട്ട് നമ്മുടെ മുടി പാർട്ടീഷൻ ചെയ്ത് മുടിയിൽ തേച്ച് കൊടുക്കാം. ഇത് വലിയ തണുപ്പുള്ള ഇതൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, അതുകൊണ്ട് അരമണിക്കൂർ വെക്കാം. പിന്നെ ഞാനൊരു 20 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ മുടിയിലും സ്കാൽപ്പിൽ തേച്ച് കൊടുത്തതിന് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മുടിയിലും കൂടെ തേച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളയുക. ഇത് അപ്ലൈ ചെയ്യാനും കഴുകി കളയാനും എളുപ്പമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്